ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ആദ്യമായിട്ടാണ് ഒരു കോഴ്സിന് വന്നിട്ട് ആരും അറിയില്ല, ഒരാളെയും അറിയില്ല. സത്യം പറഞ്ഞാൽ സാജിദ മാമിനെ മാത്രമേ അറിയുള്ളൂ. ഹലീം സാറിനെ പിന്നെ നമ്മുടെ സാറാണെന്നുള്ള ഈ വാട്സപ്പിൽ കാണുന്ന ഒരു ബന്ധമുള്ളൂ. ആദ്യമായിട്ടാണ് കാണുന്നത്. താങ്ക് യു. കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി ഈ കുട്ടികളെ നോക്കാമെന്ന് പറയുന്നത് എന്നെക്കുറിച്ചിട്ട് എപ്പോഴും ഉള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടികളെ നോക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും കേട്ട് എന്നാൽ ഇതൊന്ന് നോക്കിയേക്കാം. ഞാൻ റിലേഷൻഷിപ്പ് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാജിദ മാമിനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് പറയുന്നത് അപ്പോൾ ഇരിക്കട്ടെ, ഒരു പേരും കൂടെ ആയിക്കോട്ടെ എന്നുള്ള ധാരണയിലാണ് കയറിയത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ മോൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെതായൊരു രീതിയിൽ കുട്ടിയെ വളർത്താം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഓവറായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കരുത്, ഓവറായിട്ട് കെയർ ചെയ്യരുത്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനും ആ ലെവലിൽ, പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കുട്ടികളെ ശരിക്കും ശ്രദ്ധിക്കണം. അവരിപ്പോൾ ശരിക്കും ഒന്നവൻ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റിനേക്കാളും ഉപരി നന്നായിട്ട്, പക്ഷെ ഭയങ്കര ക്ലാരിറ്റിയോടെയാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് നമുക്കൊരു കോഴ്സിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേർത്തായിട്ടാണ് തോന്നുന്നത്. ആ ഒരു ചെറിയ എമൗണ്ടിൽ ഭയങ്കര, ഞാനൊരു സ്ഥിരം കോഴ്സ് തൊഴിലാളിയാണ്. എല്ലാ കോഴ്സിലും സാധാരണ നമ്മൾ ട്രെയിനേഴ്സ് പ്രോഗ്രാമിലാണ് കണ്ടത്. അപ്പോൾ ഈ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ നമുക്കിത് മനസ്സിലാവും, ഇവർ തരുന്നത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ പോയാലും അടിപൊളിയാണ്. അപ്പോൾ സാറിന് ആദ്യം കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഒരു കാര്യം കൂടെ പറയാണ്ട്, നമ്മൾ എല്ലാവരും പഠിക്കുകയാണ്. നമ്മൾക്കൊക്കെ പല പല ഇഷ്യൂസ് ഉണ്ടാവും. ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ആര് പഠിക്കാൻ വന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്കും ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഭ്രാന്താന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിൽ ചേരുക. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവണം. നമ്മളിക്ക് കോഴ്സോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഇത് മാത്രം വെക്കുക എന്നല്ല, ഒന്നില്ലെങ്കിൽ നമുക്കിത് ലൈഫിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക, അതല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതാക്കുമ്പോഴാണ് നമ്മൾ ഈ പഠിക്കുന്നതിനൊക്കെ ഒരു ഗുണം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കുക, നമ്മൾ ഒരു ട്രേഡ് മാർക്ക് ആവുക, നമ്മൾ ആളുകൾക്ക് എന്താ പറയുക, നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് ഒതുങ്ങരുത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. താങ്ക് യു.